ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കണം. അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലാണ് നമ്മുടെ ഇന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് ലഭിക്കുള്ളൂ കേട്ടോ. ഹൈപ്പ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ഹൈപ്പ് ചെയ്തും കൂടി സഹായിക്കാം കേട്ടോ. രാവിലെ കിച്ചണിലെത്തിയ പിന്നെ ആദ്യത്തെ പണി കഴുകി ഉണങ്ങിയ പാത്രങ്ങളൊക്കെ അതാത് സ്ഥാനത്തേക്ക് വെക്കുക എന്നുള്ള കേട്ടോ. ഡിഷ് വാഷർ ഒഴിവാക്കിയിട്ടില്ല, അല്ലാതെ കുറച്ച് കഴുകി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയിലത്തെ പൊറോട്ട കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ അധികം മോനും ഞാനൊക്കെ അധികം സ്മൂത്തിയാണ് കഴിക്കുക. അപ്പോൾ പിന്നെ അത് മതിയെന്ന് വിചാരിച്ചു കേട്ടോ. വേണ്ടവർക്ക് കഴിക്കാം, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇതൊരു എഗ്ഗ് റോസ്റ്റും ഉണ്ടാക്കണം. ആ പൊറോട്ടയും ചൂടാക്കണം. പിന്നെ ചോറിൻ്റെ പരിപാടികളൊക്കെ നോക്കണം കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ ജിമ്മിൽ പോകാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് കുക്കിംഗ് റെസിപ്പിയൊന്നും കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് സംശയങ്ങൾ കമൻറ്റിൽ കൂടെ കിച്ചൺ റിനോവേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് സംശയങ്ങൾക്കൊക്കെ മറുപടി പറയാം കേട്ടോ. കാര്യമായിട്ട് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ളായിരുന്നു ഈ കൗണ്ടർ ടോപ്പിൽ എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള അതിൻ്റെ റിവ്യൂ ഒക്കെ പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വൈറ്റ് ഫുൾ ബോഡി ടൈലാണ് കേട്ടോ. വൈറ്റ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ വൈറ്റ് അല്ല, ചെറിയൊരു ഒരു സെൽഫ് കളറ് ചിപ്സ് ഇട്ട പോലത്തെ ഒരു മൊസൈക്കിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഡിസൈന് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഫുൾ ബോഡി ടൈലാണ്. സ്ക്വയർ ഫീറ്റിന് 260 രൂപയാണ് വന്നത് കേട്ടോ. ഞാൻ കിച്ചൺ റിനോവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആയല്ലോ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. കുറേ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു 1.5 വർഷമായിട്ട് ഞാൻ വൈറ്റാക്കി വാൾപേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു കൗണ്ടർ ടോപ്പ്. അന്ന് മുതലേ അതിന് മുന്നേ മുതലേ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അന്ന് മുതലേ ഞാനിങ്ങനെ റിസർച്ച് ചെയ്യും എന്താണിപ്പോൾ കൗണ്ടർ ടോപ്പ് കൊടുക്കുകയെന്ന്. ഒരുപാട് കിച്ചൺ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ പരിചയമുള്ളവരൊക്കെ ചെയ്തവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഡ്സ് ആയാലും എന്താ കൊറിയൻ ടോപ്പ് ആയാലൊക്കെ കറ പിടിക്കുന്ന കംപ്ലൈൻറ്റ് ഇങ്ങനെ പറഞ്ഞു കേട്ടു കേട്ടോ. അപ്പോൾ അത്രയും എക്സ്പെൻസായിട്ട് ചെയ്തിട്ട് പിന്നെ കറ പിടിക്കുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കറ പിടിച്ചിട്ട് ഭയങ്കര പോവും, പക്ഷെ ഭയങ്കര എഫോർട്ട് ഇടണം, ഭയങ്കര പാടാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ എന്താ ചെയ്യുക എന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോഴാണ് ഫുൾ ബോഡി ടൈലിൽ നല്ല റിവ്യൂ ആണ് ഒരുപാട് സ്ഥലത്തു നിന്ന് ഇട്ടവർ ചെയ്തത് കേട്ടതും, പിന്നെ വീഡിയോസിലും നല്ല റിവ്യൂ ആണ് കേട്ടത് കേട്ടോ. അപ്പോൾ പിന്നെ ഫുൾ ബോഡി ടൈൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ക്ലാസ്സിൽ പോയി നോക്കുക ചെയ്തു കേട്ടോ. ക്ലാസ്സിൽ പോയി നോക്കിയപ്പോൾ ഈ ഒരു ടൈല് എനിക്ക് നല്ല ഇഷ്ടമായി. ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കംപ്ലൈൻ്റ് ഒന്നും വരണമൊന്നുമില്ല, അങ്ങനെ മഞ്ഞൾക്കറ ഒന്നും പിടിക്കണില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ 1.5 വർഷമായിട്ട് വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ട് എടുക്കുമ്പോഴും കൂടെ ആ വാൾപേപ്പറിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ എല്ലാ സംഗതികളും പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരുടെ ഉപയോഗത്തിൻ്റെ ഒക്കെ അതനുസരിച്ചാണല്ലോ നമ്മളെ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും കാര്യങ്ങൾ. എപ്പോഴും നമ്മൾ എന്തെങ്കിലും അഴുക്കായി കഴിഞ്ഞാൽ അത് ഒന്നിച്ച് നന്നാക്കുക എന്ന് പറഞ്ഞിട്ട് നിൽക്കാതിരിക്കട്ടെ. എന്ത് പണിയിലാണെങ്കിലും അതപ്പം തന്നെ ക്ലിയർ ചെയ്യുക. എന്നാൽ പിന്നെ വൈറ്റ് കൗണ്ടർ ടോപ്പ് ആയാലും കബോർഡ് ആയാലും ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഇതിപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇത് ഈ ടൈലിട്ടിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മളെ ചെറിയ പെരുന്നാളിൻ്റെ 2 ദിവസം മുന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ട് പീസുകൾ ഉണ്ടാവുമല്ലോ, അതിൽ ഞാൻ മഞ്ഞളും മുളകൊക്കെ തേച്ചൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നനച്ച് തേച്ചൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഇട്ടു, പിന്നെ മാറ്റിക്കാനൊന്നും പറ്റില്ല. എന്നാലും നമുക്കൊരു മുൻകരുതൽ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറൊന്നും പിടിക്കണില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ പൊതുവേ വെള്ളമാകുമ്പോൾ എന്ത് അഴുക്കായാലും പെട്ടെന്ന് കാണും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലിയർ ചെയ്യും കേട്ടോ. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ജിമ്മൊക്കെ പോകാൻ വേണ്ടി റെഡി ആയതാട്ടോ. ജിമ്മിൽ പോയി ഞാൻ തിരിച്ച് വന്നതിന് ശേഷമാണ്
ലഞ്ച് റെഡിയാക്കുന്ന കേട്ടോ. ഇനിയിപ്പോൾ ലഞ്ച് റെഡിയാക്കുന്ന പരിപാടിയാണ്. ബീഫാണ് കേട്ടൊന്ന്. അപ്പോൾ ഞാൻ ബീഫ് വെള്ളത്തിലിട്ട് വെച്ച് പോയിൻ്റെ ശേഷം ഓർമ്മ കേട്ടോ. അപ്പോൾ മോളോട് ഞാൻ വെള്ളത്തിലിടാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. പൈസയൊക്കെ പോയിട്ടുണ്ട്. പാകമൊക്കെ കൊടുത്ത് എല്ലാവരും പള്ളിയിലൊക്കെ പോയിട്ടാണ്. അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഞാൻ ലഞ്ച് റെഡിയാക്കുന്നത്. അധികം വൈകിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണല്ലോ ഇപ്പോൾ. അപ്പോൾ വേഗം പോയി ഓടി അധികം സമയമൊന്നും ജിമ്മിൽ സ്പെൻഡ് ചെയ്യാറില്ല അപ്പോൾ കേട്ടോ. പെട്ടെന്ന് പോയി പെട്ടെന്ന് വരും, അങ്ങനെയാണ്. എന്നാലും പരമാവധി ഞാൻ സ്കിപ്പ് ചെയ്യാതെ നോക്കാറുണ്ട്. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങളുകൊണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ കേട്ടോ. അപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് സംഭവമാണെങ്കിലും നമ്മളെ ഉപയോഗത്തിനനുസരിച്ചാണ്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ കണക്കിൽ പറയുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു സെലക്ട് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ വീടുണ്ടാക്കുന്നവരോ കിച്ചൺ പണിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആയിരിക്കും ടൈലിനെ പറ്റിയും ഒക്കെ ചോദിക്കുക. അപ്പോൾ ഇത് ഞാൻ ബ്രാൻഡ് പറഞ്ഞിരുന്നല്ലോ, കജാരിയൻ്റെ ടൈലാണ്. 260 രൂപയാണ് കേട്ടോ സ്ക്വയർ ഫീറ്റിന് വന്നത്. ഇനി ആർക്കെങ്കിലും അങ്ങനെ കാര്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോഡൽ നമ്പർ അവരോട് ചോദിക്കേണ്ടി വരും. ഞാൻ ബ്രാൻഡ് നെയിം തന്നെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരോട് ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോഡൽ നമ്പർ ഞാൻ വേണമെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് വൈറ്റ് കൗണ്ടർ ടോപ്പ്. വൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, സത്യം പറഞ്ഞാൽ എൻ്റെ കബോർഡിൻ്റെ സെയിം കളർ തന്നെയാണ് ഏകദേശം. പിന്നെ ഒരു കമൻറ്റ് 1-2 പ്രാവശ്യം ഒറ്റ കമൻറ്റ് വന്നിരുന്നു, വാളും കൂടെ വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നാമത് എനിക്ക് ഈ വോൾ ടൈൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്, കറ പിടിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇത് സത്യത്തിൽ വോൾ ടൈലല്ല കേട്ടോ, ഫ്ലോർ ടൈലാണ്, വെട്രിഫൈഡ് ടൈലാണ് കേട്ടോ. ഞാൻ ഈ കിച്ചൺ ചെയ്യുന്ന സമയത്ത് 13 വർഷം മുന്നേ ആണല്ലോ, അന്ന് ട്രെൻഡിങ്ങിൽ നമ്മുടെ ഈ പിക്ചേഴ്സൊക്കെ ഉള്ള ഇതൊക്കെയാണ് വരാറുള്ളത്. വോൾ ടൈൽ വെള്ളയിൽ ഫ്രൂട്ട്സിൻ്റെ പിക്ചർ അല്ലെങ്കിൽ കപ്പിൻ്റെ പിക്ചർ അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഫ്ലോർ ടൈൽ എടുത്തിട്ടാണ്, അതും ക്ലാസിക്കിൽ നിന്ന് തന്നെ എടുത്തിരുന്നത്. ഫ്ലോർ ടൈൽ എടുത്തിട്ട് അത് ഇങ്ങനെ ഈ ഒരു വീതിക്ക് 4 ഇഞ്ചായിരുന്നു എന്ന് എൻ്റെ ഓർമ്മ, 4 ഇഞ്ചോ 5 ഇഞ്ചോ രീതിയിൽ കട്ട് ചെയ്തിട്ട് 3 mm സ്പേസർ ഇട്ടിട്ട് അപ്പോക്സി ചെയ്യുകയാണ് ചെയ്തത്. ഇതെനിക്ക് ചെയ്തു തന്നത് അന്ന് കൊച്ചിയിൽ നിന്നുള്ള ടീമാണ് കേട്ടോ. അന്ന് അപ്പോക്സി ഇങ്ങനെ ലോഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അപ്പോക്സിൻ്റെ വർക്ക് കൂടുതൽ നമ്മളിവിടെ ആർക്കും അറിയണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കിത് വേണം താനും, അങ്ങനെ കൊച്ചിയിൽ നിന്നുള്ള ടീമാണിത് വർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ വോൾ ടൈൽ നല്ല ഇഷ്ടമാണ്. പക്ഷേ പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് വെള്ളമാകുമ്പോൾ ഒരു വേറെ ഫീലായി തോന്നി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതന്നെ മതി എന്ന് വിചാരിച്ചു. അതല്ലെങ്കിലും ഞാൻ കബോർഡിൻ്റെ കളറ് മാച്ചാവില്ലെങ്കിൽ മാറ്റുക എന്നല്ലാതെ വോൾ ടൈൽ ഞാൻ എന്തായാലും മാറ്റാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്, നമ്മൾ ഭംഗി മാത്രം നോക്കിയാൽ പോരല്ലോ, അതിൻ്റെ ക്വാളിറ്റിയും യൂസ് ചെയ്യാനുള്ള ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ള എളുപ്പവും നമുക്ക് കൂടുതൽ കാലം ഭംഗിയോടെ കാണാൻ പറ്റുന്നതും. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, 13 വർഷമായ കിച്ചണായിരുന്നു എൻ്റെത്. അത് അന്ന് അങ്ങനത്തെ കുറച്ച് എക്സ്പെൻസ് ആയാലും അങ്ങനത്തെ രീതിയിൽ ചെയ്തതുകൊണ്ട് ഇപ്പം അത് റീയൂസ് ചെയ്യാനും പറ്റി, അത് വലിയ കാര്യമല്ലേ. ഇപ്പോൾ നമ്മളെ അക്രലിക്കിൻ്റെ മൾട്ടിവുഡിലൊക്കെ ഉള്ള കിച്ചണാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ വലിച്ചിട്ടിട്ട് വേറെ ചെയ്യാനേ പറ്റുള്ളൂ. ഇതിപ്പോൾ വുഡൻ കിച്ചൺ ആയതുകൊണ്ട് അതന്നെ നമുക്ക് പോളിഷ്ഡ് ആയിരുന്നല്ലോ, അതന്നെ കളറ് മാറ്റി എൻ്റെ ഇഷ്ടത്തിന് മാറ്റാനായിട്ട് പറ്റി, അതന്നെ യൂസ് ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട പോലെ ചെയ്യുക. നമ്മൾ ഒരാളുടെ കിച്ചൺ കണ്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഉപയോഗിക്കുന്ന നമുക്കറിയാലോ, നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ്, എന്നെക്കൊണ്ട് എത്രത്തോളം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, എനിക്ക് പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്കാണല്ലോ അറിയാം. ഇങ്ങനെ സൗകര്യങ്ങൾ ചെയ്യണം. ഇതിപ്പോൾ 13 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കിച്ചൺ ആയതുകൊണ്ട് എനിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന സംഭവം വന്നാൽ നന്നായിരിക്കും, ഇന്നത് വേണ്ട എന്നൊക്കെ എനിക്ക് കുറേ പിടുത്തം കിട്ടിയല്ലോ. അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ അവരുടെ താല്പര്യത്തിന് ചെയ്യായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ കിച്ചൺ ഇത്രയും കാലം ഉപയോഗിച്ചിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഓയിൽ പുള്ളൗട്ട് വേണ്ട എന്നുള്ളത്. ഓയിൽ പുള്ളൗട്ട് ഈ കിച്ചണിൽ ഉള്ളതായിരുന്നു കേട്ടോ. പക്ഷേ
ഇന്ന് വരെ അതെനിക്കൊരു യൂസായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നാത്ത മറ്റൊന്നുമല്ല, എൻ്റെ ഹോബീൻ്റെ അടുത്ത് നിങ്ങൾ കണ്ടല്ലോ മസാല ഒക്കെ ഇടുമ്പോൾ ഉള്ള 3 ഡ്രോയേഴ്സ്. അതിങ്ങോട്ട് വലിച്ചു വെച്ച് എനിക്ക് ശരിക്കൊരു മസാല ബോക്സ് യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു സൗകര്യമാണ് കേട്ടോ. പെട്ടെന്ന് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മസാലപ്പൊടികളും വേറുള്ളതൊക്കെ ഞാൻ മേലെ കബോർഡിൽ ആ ഒരു ഡ്രോയറിലാണ് വെക്കുക. പിന്നെ എപ്പോഴും എടുക്കാത്ത ടൈപ്പ് അതിൻ്റെ നേരെ താഴെ അങ്ങനെയാണ് വെക്കുക കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊക്കെ കയ്യിൽ കിട്ടും. അങ്ങനൊരു സൗകര്യമാണ് കേട്ടോ. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വ്യക്തിൻ്റെ സൗകര്യം അനുസരിച്ച് കിച്ചൺ ഡിസൈൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതൊക്കെയാണ് കിച്ചൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ പറഞ്ഞല്ലേ നല്ലോണം നോക്കി ശ്രദ്ധിച്ചെടുക്കുക. വൈറ്റ് ആയാൽ മതി എന്നൊക്കെ കരുതിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ട. നമ്മൾ എന്നും വൃത്തിക്ക് കാണുക എന്നുള്ളതാണ്. എത്രത്തോളം കാലം നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ആ രീതിയിലുള്ള മെറ്റീരിയൽസും ഒക്കെ സെലക്ട് ചെയ്ത് ആ രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് നോക്കട്ടോ. അപ്പോൾ ദാ ഞാൻ ഉച്ചക്ക് ഇപ്പോൾ വന്ന് ഉച്ചയായിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഡിഷ് വാഷർ ഓണാക്കി വിടും. അതുവരെ അതൊക്കെ പാത്രങ്ങൾ വെച്ചുകൊണ്ടിരിക്കും. ഡിഷ് വാഷറിൻ്റെ ഉപയോഗിക്കുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമെന്ന് 1-2 കമൻറ്റ് കണ്ടിരുന്നു. ഞാനൊരു ദിവസം ചെയ്യട്ടോ. അതേപോലെ കിച്ചൺ ടൂർ ചെയ്യുമെന്ന് കണ്ടിരുന്നു. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ മിക്കവാറും കിച്ചൺ ടൂർ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കട്ടോ. അപ്പോൾ അത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. കുറേയൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും ഡൗട്ടുകൾ എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗിലൂടെ കാണുന്നവരെയും അസ്സലാമു അലൈക്കും, ബൈ.